Good morning, everyone. Good morning. All right. Good morning. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇന്നത്തെ സെഷനിലേക്ക്. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ 7 ദിവസത്തെ ട്രെയിനിങ് സീരീസിലെ വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മളുടെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഓൾ റൈറ്റ്. ആർ യു റെഡി? If you are ready, let's begin. If you are ready, let's begin. Okay. Thank you so much for joining. പറഞ്ഞതുപോലെ നമ്മളുടെ സെഷനിലേക്ക് നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ മെസ്സേജിങ് ഗ്രൂപ്പുകളിലേക്ക് അയക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ അയക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഇൻവൈറ്റ് ദം. എവ്രിബഡി ഷുഡ് ജോയിൻ ആൻഡ് ലേൺ ഫ്രം അസ്. സോ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ വെൽത്ത് ക്രിയേഷൻ സീരീസിലെ അടുത്ത ട്രെയിനിങ്ങിലേക്ക് കടക്കുകയാണ്. ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ, ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് ഓഫ് എ സക്സസ്ഫുൾ പീപ്പിൾ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് എന്താണ്, അവരുടെ ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് എന്താണ്, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് പണം വരുന്നതിനെ എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത്, അവരുടെ ഹാബിറ്റ്സുകൾ എന്താണ്, ഏതെല്ലാം രീതിയിലുള്ള ഹാബിറ്റ്സുകളാണ് ഉള്ളത്. റിച്ച് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കങ്ങളുണ്ട്, രീതികളുണ്ട്. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ലെറ്റ്സ് ബിഗിൻ. RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ജസ്റ്റ് കമന്റ് ഡൗൺ RE. All right. Ramla Malik, RE, very good. Alright, നമ്മുടെ വീഡിയോയിൽ പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരിക. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു മൈമുന മാം ആൻഡ് ഖുഷ്ബു, ജറീജർ സാർ, കമർജാൻ. താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ് ഹിയർ. സോ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക്, നമ്മളുടെ ഈ ഒരു സെഷനിലേക്ക് എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് പഠിക്കണം, മാറണം, ചേഞ്ച് ആവണം, നല്ല രീതിയിലുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണം, ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ശ്രമത്തിന് നിങ്ങളുടെ ആ ഒരു ശ്രമത്തിന് എന്താ വെച്ചാൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ ഡിസിഷൻ. ചെറിയ ഡിസിഷൻ അല്ല, നമ്മളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ഡിസിഷനാണ്. നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ഡിസിഷനാണ്. ഈ ഒരു ശീലങ്ങൾ, നമ്മളിപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ളത് പോലുള്ള ശീലങ്ങളാണ് മറ്റു പലരെയും സക്സസ്സിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ശീലങ്ങളാണ്. നല്ല രീതിയിലുള്ള അറിവുകൾ സമ്പാദിക്കുക, അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ പങ്കെടുക്കുക, അങ്ങനെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. റെഡിയാണല്ലോ? എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുള്ള അവസരം ഉണ്ടാകും. അതുകൊണ്ട് എന്താ വെച്ചാൽ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് അവർക്കുള്ള ഒരു ഹാബിറ്റ്സ്, എന്താണ് മണി ഹാബിറ്റ്സുകൾ, എന്തൊക്കെയാണ് ആ ഹാബിറ്റ്സിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ്സിനെ കുറിച്ച് എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു സീ ദ സ്ക്രീൻ? ഹാബിറ്റ്സ് ഓഫ് ദ റിച്ച് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഹാബിറ്റ്സുകളാണ്. അവരുടെ ഹാബിറ്റ്സിൽ ശരിക്കും ശ്രദ്ധിക്കുക ഇനി പറയാൻ പോകുന്ന സംഗതികൾ. അവർക്ക് വൺ സോഴ്സ് ഓഫ് ഇൻകം അല്ല ഉള്ളത്, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഇതാണ്. അവർക്ക് റിച്ച് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു ഹാബിറ്റ് ആണെന്ന് വെച്ചാൽ ഒന്നിലധികം സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനു വേണ്ടിയിട്ട് അവർക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ല ഉള്ളത്. ഞാൻ പറയുന്നത് നാളെ തന്നെ പോയിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യണം, ഒന്നിലധികം സോഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിച്ചു തുടങ്ങണം. യു ഷുഡ് സ്റ്റാർട്ട് തിങ്കിങ് ലൈക്ക് ദാറ്റ്. അതിനു വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. മനസ്സിലാവുന്നുണ്ടാവും?
വൺ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ എന്താ വെച്ചാൽ പോരാ, ഒന്നിലധികം സോഴ്സ് ഓഫ് ഇൻകം വേണം. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ, കാരണം ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് നമ്മൾ നല്ലൊരു ജോലി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ജോലി എപ്പം നിന്നാലും നമ്മുടെ വരുമാനം നിന്നു. ഐ മീൻ റൈറ്റ്? നല്ല ജോലിയായിരിക്കാം, സംഗതികളായിരിക്കാം, എപ്പോ നമുക്ക് നല്ല വരുമാനം ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും അസുഖം സംഭവിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവിടെ നിന്നു. ഒരു സോഴ്സിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല. സാമ്പത്തികമായിട്ട് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിലധികം വരുമാന മാർഗം വേണം. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. ഈ പോയിന്റ് നമ്മൾ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ എന്ന് വെച്ചാൽ അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഹാബിറ്റ്സ് അവർക്കുണ്ട്. അതേപോലെ അടുത്ത ഒരു ഹാബിറ്റ് അവർക്കുള്ളത് എന്താണ്, അവർക്ക് ആക്റ്റീവ് ഇൻകം വേഴ്സസ് പാസീവ് ഇൻകം. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ജോലിയിൽ നിന്നുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം മാത്രമല്ല, പാസീവ് ആയിട്ടുള്ള ഇൻകം, ഈ മൾട്ടിപ്പിൾ, അതായത് സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ട് എന്ന് പറയുന്നില്ല. മൾട്ടിപ്പിൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് 7 സോഴ്സിൽ നിന്നുള്ള ഇൻകം ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, 7 സോഴ്സിൽ നിന്നുള്ള ഇൻകം. എന്നാൽ ഇവിടെ പറയുന്നത് വെച്ചാൽ ആക്റ്റീവ് ഇൻകം വേഴ്സസ് പാസീവ് ഇൻകം. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകം ഉണ്ടാവണം, അതേപോലെ തന്നെ നമ്മൾ ജോലി ചെയ്ത് 2 തരത്തിലുള്ള ഇൻകം ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സംഗതിയും നമുക്ക് അറിയാത്തൊരു സംഗതിയെന്ന് വെച്ചാൽ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകം ഉണ്ട്, അതേപോലെ പാസീവ് ആയിട്ടുള്ള ഇൻകം ഉണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകം എന്താണ്, നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടുന്ന ഇൻകം. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ പാസീവായിട്ട് ഇരിക്കുക, നമ്മൾ അധികം അധ്വാനിക്കുന്നില്ല, നമ്മൾ പാസീവായിട്ട് ഇരിക്കുന്നു, അതിലൂടെ വരും, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഇൻകം. ഈ 2 ടൈപ്പ് ഇൻകം ഉണ്ട്. ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് ഒരു ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പാസീവ് ഇൻകമാണ്. വേറെ ബിസിനസ്സിൽ ഞാൻ പണിയെടുക്കാതെ എനിക്ക് വരുമാനം വരുന്ന ഇൻകം ആണെന്ന് വെച്ചാൽ പാസീവ് ഇൻകം. മറ്റുള്ളവർ പണിയെടുക്കുന്നു, അതിലൂടെ എനിക്ക് ഇൻകം വരുന്നു. ഈ 2 ഇൻകം ഉണ്ട്. പാസീവ് ഇൻകത്തിന്റെ എണ്ണം കൂട്ടണം. ആക്റ്റീവ് ഇൻകം നമുക്ക് ഒന്നേ ചെയ്യാൻ കഴിയുള്ളൂ, പാസീവ് ഇൻകത്തിന്റെ എണ്ണം കൂട്ടണം. അതാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ 2 ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട്, പാസീവ് ഇൻകം. അപ്പൊ നമ്മൾ ആ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് നമുക്ക് ലൈഫ് കുറച്ചുകൂടെ ആസ്വദിക്കാനും പറ്റുള്ളൂ. അറ്റ് ദ സെയിം ടൈം കുറച്ച് കമ്മിറ്റ്മെന്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും അതെല്ലാവർക്കും ജോലികളിൽ ഉള്ളതുപോലുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ഒന്നിലധികം സോഴ്സിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ, ഗോൾഡ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികളുണ്ടോ, അതിങ്ങനെ അതിൽ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റണം. ഇപ്പൊ ഒരു ബിൽഡിംഗ് പണിയെടുത്തെടുക്കുക, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. നമ്മൾ പണിയെടുക്കാതെ ബിൽഡിങ്ങിൽ നിന്ന് വരുമാനം വരും, അതാണ് പാസീവ് ഇൻകം. ആക്റ്റീവായിട്ട് അപ്പൊ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഗോൾ ആയിട്ട് തന്നെ വെക്കണം. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഗോൾ ആയാൽ, ഒരു താല്പര്യമുള്ളൊരു ഗോളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, ആ വരുമാനം നിങ്ങൾക്ക് വന്ന് ആ ഗോളായിട്ട് സെറ്റ് ചെയ്യണം. അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ എനിക്ക് പാസീവ് ഇൻകം സെറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പണം ഇപ്പൊ സേവ് ചെയ്ത് തുടങ്ങണം. ഇപ്പൊ നമുക്ക് കിട്ടുന്ന പണം മുഴുവൻ നമ്മൾ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ഗോൾ ഇല്ലാന്നുണ്ടെങ്കിൽ, സീരിയസ് ആയിട്ട് ഒരു ഗോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പണം എല്ലാം എന്താകും, നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്യാതെ, നമ്മൾ പണം സേവ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, അത് മാറ്റിവെക്കാതെ നമ്മൾ എന്ത് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ നമുക്ക് അതിങ്ങനെ അടിച്ചു പൊളിച്ചു പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഇന്ന് എത്ര നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ആ നമ്പർ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് എഴുതി വെക്കും. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി മാറ്റിവെക്കാം. ഇപ്പോ കിട്ടുന്ന വരുമാനത്തിൽ അത് എത്ര ചെറുതായിക്കോട്ടെ, ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% മിനിമം മാറ്റിവെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള പണം നിങ്ങൾക്ക് സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് അങ്ങനെയാണ് സാമ്പത്തിക സുരക്ഷിതത്വം നേടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സമ്പത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പണത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. ഇത് വീണ്ടും വീണ്ടും പറയാണ്, ഇപ്പോൾ കിട്ടുന്ന പണത്തെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. സോ എക്സാമ്പിൾ ഫോർ സേവിങ്, നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിന്റെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം 20,000 രൂപ ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ അതിന്റെ 20% എത്രയാണ്? 10% എന്ന് പറയുന്നത് 2,000 രൂപയാണ്, 20% എന്ന് പറയുന്നത് 4,000 രൂപയാണ്. അത് സേവ് ചെയ്യാൻ പറ്റുമോ നോക്കണം.
ഇനി നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ 2000 രൂപയെങ്കിലും സേവ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് മാസം നിങ്ങൾക്കൊന്ന് വെച്ചാൽ 40,000 രൂപ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8,000 രൂപ നിങ്ങൾ സേവ് ചെയ്യാൻ പറ്റണം. പറ്റിയേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങളുടെ കയ്യിൽ മാറ്റി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, RD അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ മാറ്റി വെക്കുക. അതല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റി വെക്കുക. കിട്ടുന്ന വരുമാനം കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്കിലേക്കാണ് നിങ്ങളുടെ ശമ്പളം വരുന്നെങ്കിൽ അത് ഒറ്റയടിക്ക് ഓട്ടോമാറ്റിക്കലി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോകുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ ബാങ്കുമായിട്ട് സംസാരിച്ചിട്ട്, ബാങ്കിലെ മാനേജറുമായിട്ട് സംസാരിച്ചിട്ട്, എനിക്ക് ഇങ്ങനെ ഒരു സംഗതി വേണം, എന്റെ കയ്യിൽ ക്യാഷ് വന്നു കഴിഞ്ഞ് ഞാൻ ചെലവാക്കും, അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അത് ഒറ്റയടിക്ക് എന്ത് ചെയ്യണം, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ആ ഡെപ്പോസിറ്റിലേക്ക് ഒറ്റയടിക്ക് പോകണം, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അവർ സെറ്റ് ചെയ്ത് തരും. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോകും. അങ്ങനെ നിങ്ങൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ചിട്ടിയിൽ കൂടുക, വട്ടവർ ഇട്ടേസ്, പക്ഷെ അതാണെങ്കിൽ പോലും തൊടാൻ പാടില്ല. അങ്ങനെ സേവിങ്സ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ സേവ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് അല്ല, സേവ് ഞാൻ പറഞ്ഞത്. സേവ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് അത്യാവശ്യം ആയതിനു ശേഷം ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾ നീങ്ങണം. ഞാൻ പറഞ്ഞല്ലോ, വലിയ ഇൻവെസ്റ്റ്മെന്റ്, വലിയ പ്രൊജക്ടുകൾ ചെയ്യണം എന്നില്ല. 5 ലക്ഷമോ 10 ലക്ഷമോ, നമ്മുടെയൊക്കെ ഒരു പ്രോബ്ലം അതാണ്. അധികം ആൾക്കാരുടെയും പ്രോബ്ലം എന്ന് വെച്ചാൽ 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പെട്ടിക്കട തുടങ്ങി കൊടുക്കാൻ ഒരാൾക്ക് സഹായിക്കാൻ പറ്റുമോ? അതിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടാകാം. ആ ജോലി ചെയ്യാൻ, പെട്ടിക്കട തുടങ്ങി കൊടുക്കുന്ന ആൾക്ക് അവരോട് പറയാം, ഒരു ജോലി തരാം, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പറയാൻ പറ്റില്ല നമുക്ക്. ഞാൻ പറഞ്ഞില്ല, ഇതിനു മുൻപ് ഞാൻ പറഞ്ഞില്ല, ഒരു ടൂറിസ്റ്റ് ഏരിയകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ അല്ലെ, ഒരുപാട് ആൾക്കാർ കൂടുന്ന, മനസ്സിലാകുന്നുണ്ടോ? ഒരുപാട് ആൾക്കാർ കൂടുന്ന ചില സംഗതികളിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതേപോലെ വേറെ എന്തൊക്കെ ഉണ്ട്? മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനെ പറ്റിയൊക്കെ നിങ്ങൾ കൂടുതൽ പഠിക്കണം എന്നുള്ളത്. ചെറിയ എമൗണ്ട് വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള നമ്മളുടെ ഫണ്ടിനെ നമ്മൾക്ക് എന്താ വെച്ചാൽ ഏത് രീതിയിലൊക്കെ മാറ്റാൻ പറ്റുമോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ഓക്കെ, ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസീവ് ഇൻകം ഉണ്ടാകും, ചെയ്യാം. അക്കാഡമിക് എഡ്യൂക്കേഷൻ വേഴ്സസ് സെൽഫ് എഡ്യൂക്കേഷൻ. ഇവരുടെ ഒരു ഹാബിറ്റ് ആണെന്ന് വെച്ചാൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഹാബിറ്റ്സ് ആണ്. അവർക്ക് അക്കാഡമിക് എഡ്യൂക്കേഷൻ മാത്രമല്ല, സാധാരണക്കാരന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അക്കാഡമിക് എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ സെൽഫ് എഡ്യൂക്കേഷൻ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇവരെന്താ വെച്ചാൽ പണം മുടക്കി പഠിക്കാൻ തയ്യാറാവും, കഴിവുകൾ പഠിക്കാൻ തയ്യാറാവും. പണം മുടക്കി നമ്മളെന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്താ വെച്ചാൽ അക്കാഡമിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നമ്മൾ ഈ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു 10% അല്ലെങ്കിൽ 5%, ഏറ്റവും ചുരുങ്ങിയത് 5% മാറ്റി വെച്ചിട്ട് സെൽഫ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സെൽഫ് എഡ്യൂക്കേഷൻ, അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പണം മുടക്കാൻ തയ്യാറാണ്. മനസ്സിലാവുന്നുണ്ടോ? പണം മുടക്കാൻ തയ്യാറാണ്. അങ്ങനെ പണം മുടക്കാൻ തയ്യാറുള്ള അവരെന്ന് വെച്ചാൽ ഇത് പഠിക്കുന്നു, അവരെ ഇംപ്രവൈസ് ചെയ്യുന്നു, അവരവരെ ട്രെയിൻ ചെയ്യുന്നു, മാറ്റിയെടുക്കുന്നു. അങ്ങനെ അവരവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങുന്നു. സെൽഫ് എഡ്യൂക്കേഷൻ നടത്തും. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് യു ക്യാൻ മേക്ക് ഇസ് ദാറ്റ് യു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. യു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് യു ക്യാൻ മേക്ക് ഇസ് ദാറ്റ് യു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിക്ഷേപം നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നമ്മളിൽ ഇൻവെസ്റ്റ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ അറിവ് എത്ര കണ്ട് വർദ്ധിക്കുന്നു, നമ്മളുടെ കഴിവ് എത്ര കണ്ട് വർദ്ധിക്കുന്നു സാമ്പത്തികമായ വിഷയങ്ങളിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബിസിനസ് പ്രോഗ്രാം വരുന്നുണ്ട് ഞായറാഴ്ച. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം. അപ്പൊ അതിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പണമായി ഇത്തരത്തിലുള്ള അറിവുകൾ സമ്പാദിക്കുക. ഈ വരുന്ന 28-ാം തീയതിയാണ് പ്രോഗ്രാം നടക്കുന്നത്. 20 പേർക്കുള്ള സീറ്റുള്ളൂ. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വരാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ മെസ്സേജ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും അതിലേക്ക് വരിക. ഓക്കെ, അപ്പൊ 8086880780 നമ്പർ മാറിയിട്ടുണ്ട്. നമ്പർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. 8086880780.
780 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാൻ ബന്ധപ്പെടാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. ബിസിനസിന്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോ സെൽഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. അത് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ അധികം ആളുടെയും പ്രോബ്ലം അതാണ്. നമ്മളെന്ന് വെച്ചാൽ പണം കൊടുത്ത് പഠിക്കാൻ തയ്യാറല്ല. നല്ല അറിവുകൾ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും പഠിക്കേണ്ടി വരും. അതിനുള്ള ക്ലാസ്സുകളുണ്ട്, കോഴ്സുകളുണ്ട്. ഷെയർ മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും അതിനുള്ള കോഴ്സുകളുണ്ട്, പഠിക്കേണ്ടി വരും. അത് പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത എന്താണ്? മൂവേഴ്സ് വേഴ്സസ് നോൺ മൂവേഴ്സ്. ചലിക്കുന്നവരും അതേപോലെ എന്താ വെച്ചാൽ ചലിക്കാത്തവരും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രത്യേകത എന്താ വെച്ചാൽ അവര് നോൺ മൂവേഴ്സാണ്. അവരധികം യാത്ര ചെയ്യാൻ തയ്യാറല്ല. പണം ഉണ്ടാക്കണം, സമ്പത്ത് ഉണ്ടാക്കണം, യാത്ര ചെയ്യാൻ തയ്യാറ്. ഈ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കാൻ തയ്യാറാണ്. എവിടെയാണോ നല്ല അറിവുള്ളത്, എവിടെയാണോ നല്ല കഴിവുള്ളത്, നല്ല അവസരമുള്ളത്, എവിടുന്നാണോ നല്ല പണം വരുന്നത്, അത്തരത്തിലുള്ള സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ തയ്യാറാണ്. മനസ്സിലാവുന്നുണ്ടോ? അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? യാത്ര ചെയ്യാൻ തയ്യാറാവണം. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒതുങ്ങി നിൽക്കും. നിങ്ങളുടെ അന്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലം, നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഒന്നും പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. വാഹനം എടുത്തിട്ട് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാകും, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകും. അത് നിങ്ങളെ സമ്പത്തിലേക്ക് നയിക്കും. സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കുന്ന അധികം ആൾക്കാർ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് നിന്ന് അവിടെയാണെങ്കിൽ ഇവിടെ, ഇവിടേക്ക് യാത്ര. നമ്മളൊരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് നിൽക്കും. കാരണം അപ്പോൾ നമുക്ക് നല്ല അവസരങ്ങൾ നമ്മുടെ മുൻപിൽ വരില്ല, നമുക്ക് കിട്ടില്ല. നമ്മുടെ മുൻപിലേക്ക് അവസരങ്ങൾ വരില്ല. മനസ്സിലാവുന്നുണ്ട്? ഒരു ബോർഡ് വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, നല്ല അവസരമാണെന്ന് പറഞ്ഞിട്ട് അവസരം ഇങ്ങോട്ട് ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരില്ല. അവസരങ്ങൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ, അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യങ്ങളാണ് നല്ല അവസരങ്ങൾ, സമ്പത്തുണ്ടാക്കാനുള്ള അവസരങ്ങൾ. അപ്പൊ യാത്ര ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. കംഫർട്ട് സോണിൽ ഇരിക്കരുത്. ഏറ്റവും നല്ല സുഖമുള്ള കാര്യമായിരിക്കാം വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുക, കംഫർട്ട് സോണിൽ ഇരിക്കുക. നിങ്ങൾ ഒരു ബ്രെഡ് വിന്നർ ആണോ? നിങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു നല്ല വരുമാനം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ കൂടുതലായിട്ട് ഇരിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഇരിക്കേണ്ട, പണിയെടുക്കേണ്ട എന്നുള്ളതാണ്. അത് നിങ്ങൾ എടുക്കണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിലും മീറ്റിങ്ങുകളിലും സംഗതികളിലും കൂടെ കുറച്ചൊക്കെ ആക്റ്റീവ് ആകണം. അവസരങ്ങൾ തേടിപ്പോകും. ഇപ്പൊ നമ്മൾ കാലിക്കറ്റ് ഒക്കെ നമ്മൾ പ്രോഗ്രാം വെക്കുന്ന സമയത്ത് പലരും ചോദിക്കും, കൊച്ചിയിൽ പ്രോഗ്രാം ഉണ്ടോ, അല്ലെങ്കിൽ അതല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പ്രോഗ്രാം ഉണ്ടോ, അതല്ലെങ്കിൽ തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ടോ, പാലക്കാട് പ്രോഗ്രാം ഉണ്ടോ, അല്ലെങ്കിൽ കോഴിക്കോട് കണ്ണൂർ പ്രോഗ്രാം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ആക്ച്വലി പ്രോഗ്രാം എല്ലായിടത്തും ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ പലപ്പോഴും എന്ന് വെച്ചാൽ ചില ലിമിറ്റേഷൻ. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും ദൂരത്താണ് എന്ന് വിചാരിച്ച് നിൽക്കരുത്. ഒരു ദിവസം ഒന്ന് ഇറങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോഴിക്കോടേക്ക് എത്താൻ കൊച്ചിയിൽ നിന്നാണെങ്കിൽ 4 മണിക്കൂർ മതി. 4 മണിക്കൂർ ഒന്ന് മുൻകൂട്ടി ഇറങ്ങണം. അത് വർഷത്തിൽ 1 or 2 തവണയെങ്കിലും ഇറങ്ങാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അങ്ങനെ കാണിക്കുന്നതിലൂടെ നമ്മൾ എന്താ വെച്ചാൽ അപ്പോഴാണ് നമുക്ക് ആ അറിവ് കിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മൾ എന്താ വെച്ചാൽ അപ്പൊ അത്തരത്തിലുള്ള സംഗതികൾക്ക് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ് നിൽക്കരുത്. അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാം. അതിന് കൂടുതൽ ചിന്തിക്കുക. നമ്മുടെ ലൈഫ് മാറണോ, എനിക്ക് ചേഞ്ച് ആവണോ, ആലോചിക്കുക, ഇറങ്ങിത്തിരിക്കുക, കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ദൂരമോ അല്ലെങ്കിൽ ഇത്രയും സംഗതികളൊക്കെ കഴിഞ്ഞ മീറ്റപ്പിന് തന്നെ കോട്ടയത്തു നിന്നും ട്രിവാൻഡ്രത്തു നിന്നും വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. ട്രിവാൻഡ്രം, കോട്ടയം, കൊല്ലം എന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സംശയം, അവര് മൂവേഴ്സ് ആണ്. അവരെവിടെ നല്ല അവസരം ഉണ്ടോ അതൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട്, ക്വാളിറ്റി ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ചില സംഗതികളാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് വെച്ചാൽ അവസരങ്ങളുണ്ട്. അവസരങ്ങൾ അവരുടെ മുൻപിലേക്ക് നീങ്ങും. അപ്പൊ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, തീരുമാനങ്ങളൊക്കെ നിങ്ങളുടേതാണ്, ചോയ്സ് ഒക്കെ. സോ മൂവേഴ്സ് ആയിട്ട് മാറണം. അവരിൽ സമ്പത്ത് കൂടുതൽ കുമിഞ്ഞുകൂടുന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? യാത്ര ചെയ്താൽ പൈസ ഉണ്ടാവും എന്നല്ല പറഞ്ഞത്. യാത്ര ചെയ്യേണ്ടത് ബിസിനസ്സുകളിലേക്കും അവസരങ്ങളിലേക്കും, പണം ഉണ്ടാക്കാനുള്ള നല്ല അവസരങ്ങൾ, ആശയങ്ങൾ, അറിവുകൾ, വ്യക്തികൾ, കണക്ഷൻസ്, ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ. മനസ്സിലാവുണ്ടോ? നല്ല പുതിയ പ്രോഡക്റ്റുകൾ എവിടെ കിട്ടും തേടി കണ്ടുപിടിക്കണം. അതിന് ചിലപ്പോൾ ചൈനയിൽ പോകേണ്ടി വരും യാത്ര ചെയ്യാൻ. ബിസിനസ്സുകാർ കണ്ടില്ലേ ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നത്?
മനസ്സിലാവുന്നുണ്ടോ? ചൈനയിലേക്ക് യാത്ര ചെയ്തിട്ടെന്ന് വെച്ചാൽ അവിടെ കാൻഡൻ ഫെയർ എന്ന് പറയുന്ന ഫെയർ ഉണ്ട്, ഇപ്പൊ നടക്കുന്നുണ്ട്, ഇപ്പൊ നടക്കാൻ പോകുന്നുണ്ട്. അതിലേക്ക് എന്താ വെച്ചാൽ പോയിട്ട് അവിടെ പോയിട്ട് എന്താ വെച്ചാൽ എന്തെല്ലാം അവസരങ്ങളുണ്ട് എന്നുള്ളത് തേടി പിടിക്കുകയാണ്. അങ്ങനെ പോകും. നിങ്ങൾ ചൈനയിലേക്കൊന്നും പോകണമെന്നില്ല. നിങ്ങൾ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റിലേക്കെങ്കിലും പോവുക, ഹൈപ്പർ മാർക്കറ്റിലേക്കെങ്കിലും പോവുക, മാളിലേക്കെങ്കിലും പോവുക, ആൻഡ് ഗെറ്റ് ഇൻസ്പയർഡ്. എവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ബിസിനസ് കണ്ടുപിടിക്കാൻ നമ്മൾ തേടിക്കൊണ്ടിരിക്കുക. മനസ്സിൽ ഒരു തേടുന്ന വ്യക്തി ഉണ്ടാവണം, ചലിക്കുന്ന വ്യക്തി, തേടുന്ന വ്യക്തി ഉണ്ടാവണം. ആ തേടുന്ന വ്യക്തി, അവസരങ്ങൾ തേടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ കാണാൻ കഴിയും. ആ അവസരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തുണ്ടാകും? സമ്പത്ത് ഉണ്ടാക്കാനുള്ള വഴികൾ വരും, ആശയങ്ങൾ വരും. അതിൽ ട്രസ്റ്റ് ചെയ്യുക, ഇറങ്ങിത്തിരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ സാധാരണക്കാരുടെ പ്രശ്നം എന്താണ്? ജോലി വീട്, ജോലി വീട്, ജോലി സ്ഥലത്തേക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നു, കുട്ടികളുടെ കൂടെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന, കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തു. അപ്പൊ യാത്ര ചെയ്യുന്നത് ഒരു വലിയ ഷിഫ്റ്റ് സംഭവിക്കും നിങ്ങളിൽ. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തേ. ആർ യു എ മൂവർ ഓർ നോൺ മൂവർ? മൂവർ ആണോ നോൺ മൂവർ ആണ്? ചലിക്കുന്ന ആളാണോ ചലിക്കാത്ത ആളാണ്? മൂവർ. ആം എ മൂവർ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഒന്ന് കമന്റ് ചെയ്തേ ആം എ മൂവർ, ആം എ മൂവർ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ആവും. മൂവർ എന്നുള്ളതിന് എം എന്തെങ്കിലും കമന്റ് ചെയ്യുക. യെസ് മൂവർ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. എം ജസ്റ്റ് കമന്റ് ഡൗൺ എം, ജസ്റ്റ് കമന്റ് ഡൗൺ എം. ബിക്കോസ് ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ബി എ മൂവർ കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ വെച്ചാല് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ആ ഡിസിഷൻ എടുക്കുന്നതോടുകൂടി എന്താകും? നല്ല അവസരങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യും. ഞാനിത് എന്തിനാണ് പറയുന്നത്? ഞാനിത് പറയുന്നതിലൂടെ ചില ആൾക്കാർക്കൊരു ഷടാ, ഞാൻ ഇത്രയും കാലം അത് ചിന്തിച്ചില്ലല്ലോ, ഞാൻ ചെയ്തില്ലല്ലോ, അല്ലെ? ഇത്രയും കാലം ഞാൻ ഇവിടെ എങ്ങനെ ഇരുന്നു? ഗുഹയിൽ ഇരിക്കരുത്, ഗുഹാവാസി ആവരുത്, പ്രാചീന മനുഷ്യനാവരുത്. 2024 യാത്ര ചെയ്യണം, അവസരങ്ങളിലേക്ക് യാത്ര ചെയ്യണം. അപ്പൊ ആ വീട്ടില്, ആ സ്ഥലത്ത്, നാട്ടില് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ആയിരിക്കരുത്, അവിടെ ഇരിക്കരുത്. യാത്ര ചെയ്യണം, ഈ സ്ഥലങ്ങളിൽ, അവസരങ്ങളിലേക്ക് തേടി പോകണം, അവസരങ്ങളിലേക്ക് യാത്ര ചെയ്യണം. യാത്ര ചെയ്യുന്ന ശീലം ഉണ്ടാകും. മനസ്സിലായല്ലോ? ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കരുത്, ബന്ധങ്ങൾ ബിൽഡ് ചെയ്യുന്ന ശീലം ഉണ്ടാകുക. അതാണ് അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത്. ബിൽഡ് യുവർ നെറ്റ്വർക്ക്. നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ക്വാളിറ്റി ഉണ്ടാവണം. ഒറ്റയ്ക്കാവരുത്, റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യണം. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, റിലേഷൻഷിപ്പ്, സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് സർക്കിൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സർക്കിൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാവും. സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് എന്ന് വെച്ചാൽ അവർക്ക് ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, പരസ്പരം ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, പരസ്പരം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന, പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന, പരസ്പരം അങ്ങനെ പണം ഉണ്ടാക്കുന്നവരുടെ സർക്കിൾ, സമ്പത്ത് ഉണ്ടാക്കുന്നവരുടെ സർക്കിൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരുടെ സർക്കിൾ. ആ സർക്കിളുകളിൽ എന്ന് വെച്ചാൽ അത് അവരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും, കാരണം നമുക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ആൾക്കാർ വേണം. അത് മാത്രമാണ്, പ്രതിസന്ധികളുള്ള ആൾക്കാർ ആ സമയത്ത് വലിയ ആവശ്യമായിട്ട് മാറും, വലിയ ഉപകാരമായിട്ട് മാറും. അവരിലൂടെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അവരുടെ കൂടെ ബിസിനസ് ചെയ്യാൻ, പരസ്പരം പാർട്ണർഷിപ്പിൽ ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ, കൂട്ടമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ, അപ്പൊ നമ്മുടെ ഒരു സർക്കിൾ ഉണ്ടോ? നമ്മൾ ഒറ്റപ്പെട്ടു പോകും. സമ്പത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഒറ്റയ്ക്കാവരുത് എന്നുള്ള. ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ അവന് എന്താ പറയാ, ഒറ്റയ്ക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അപ്പൊ നമുക്കൊരു നല്ലൊരു സർക്കിൾ ഉണ്ടാവണം. ഒറ്റയാനായിട്ട് പോകും. നമ്മുടെ ഒരു സർക്കിൾ നമുക്ക് എന്താ വെച്ചാൽ ക്രിയേറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമല്ല, നമ്മുടെ ടീം ഉണ്ടാവും, അത് ശരിയാണ്. അതല്ലാത്ത മറ്റു ബിസിനസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ വേണം. ആ സുഹൃത്തുക്കളുമായിട്ട് ചർച്ചകൾ നടക്കണം. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലോ 2 ആഴ്ചയോ കൂടുമ്പോൾ ബന്ധങ്ങൾ എന്ത് ചെയ്യണം? നിലനിർത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇവർക്ക് നല്ല നല്ല ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തായിരിക്കും? ഇവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒരിക്കലും എന്തായി മാറില്ല, മോശം കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഗോസിപ്പുകളോ സംഗതികളിലേക്കോ പോകാതെ നല്ല ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന വ്യക്തികൾ നമ്മളുടെ ബന്ധങ്ങളിൽ ഉണ്ടാവും. ഞാൻ പറയുന്ന ഹെൽപ്ഫുൾ ആണോ? ഹെൽപ്ഫുൾ ആണോ? ചോദ്യം ഇതാണ്, നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നവരൊന്ന് കമന്റ് ചെയ്ത് മീ, എനിക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങളില്ല ഒന്ന് കമന്റ് ചെയ്ത്. നീ എന്ന് കമന്റ് ചെയ്യുക. കാരണം ഞാൻ എന്റെ ഗുഹയിൽ, ഞാൻ എന്റെ സ്ഥലത്ത്, ഞാൻ എന്റെ നാട്ടിൽ ഞാൻ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. ജസ്റ്റ് കമന്റ് ആവും, മീ എന്ന് കമന്റ് ചെയ്യുക. അത്തരത്തിലുള്ള ബന്ധങ്ങളില്ല.
ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഈ ബന്ധങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത്, കമന്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം? നമ്മുടെ മീറ്റപ്പിലൊക്കെ വരിക, പുതിയ ബന്ധങ്ങൾ ബിൽഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത മാസം കാലിക്കറ്റിൽ മീറ്റപ്പ് സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് വരിക. നിങ്ങൾ ബന്ധങ്ങളിലേക്ക് വന്നിട്ട് എന്ത് വെച്ചാൽ നിങ്ങൾ പ്രോഗ്രാമിൽ എന്ത് ചെയ്യുക? അപ്പൊ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, പുതിയ ബന്ധങ്ങൾ വേണം. നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ പരമാവധി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ വേണം. നിങ്ങളുടെ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ ആരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ആരുടെ കൂടെ ചർച്ച ചെയ്യുന്നു, നമ്മൾ ആരുടെ കൂടെ യാത്ര ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് ബന്ധങ്ങൾ ബിൽഡ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. കാരണം മറ്റുള്ളവരെ നമ്മുടെ സർക്കിളിലേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. കാരണം എന്താണ്? പേടിയാണ്. എന്താ കാരണം? ആ പേടിയുള്ളതിന്റെ കാരണം എന്താണെന്നറിയോ? ആ പേടി ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ അത് വരുന്നത് ചെറുപ്പത്തിലുള്ള ബ്ലോക്കുകളിൽ നിന്ന്. ഒരുപാട് പരിഹസിക്കപ്പെട്ടു, കുറ്റപ്പെടുത്തപ്പെട്ടു, ഒറ്റപ്പെടുത്തപ്പെട്ടു, അബാൻഡ് ചെയ്യപ്പെട്ടു അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നല്ല ബന്ധങ്ങൾ, സർക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പ്രയാസമാണ്. അത്തരത്തിലുള്ള സർക്കിളുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കും, ഇടയ്ക്ക് ഇങ്ങനെ ഒത്തുകൂടും എന്നുള്ളതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് വെച്ചാൽ വിശ്വാസമില്ലായ്മ വരുന്നു. ഈ വിശ്വാസമില്ലായ്മ ട്രോമയിൽ നിന്ന് വരുന്നതാണ്, ഇമോഷണൽ ബ്ലോക്കിൽ നിന്ന് വരുന്നതാണ്. നമ്മളുടെ ബിസിനസ് പ്രോഗ്രാമിൽ നമ്മൾ എന്ത് വെച്ചാൽ ഇത്തരത്തിലുള്ള ട്രോമകൾ നമ്മൾ ഹീൽ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഹീലിംഗ് സെഷൻ അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഹീലിംഗ് സെഷൻ നടക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള കാരണം ബിസിനസ്മാൻമാർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ പലർക്കും എന്താ വെച്ചാൽ അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വിശ്വാസമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. സോ മൂവേഴ്സ് ആൻഡ് നോൺ മൂവേഴ്സ്. അടുത്ത എന്താണ്? എക്സ്പെൻസ് മൈൻഡ് സെറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ്. സാധാരണക്കാരന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എക്സ്പെൻസ് മൈൻഡ് സെറ്റ് ആണ്. എന്നാൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിക്ഷേപിക്കാനുള്ള മനസ്സുണ്ട്. എപ്പോഴും പണം നിക്ഷേപിക്കുക എന്നുള്ളൊരു സംഗതിയാണ്. നിക്ഷേപത്തിലാണ് വിശ്വസിക്കുന്നത്. എക്സ്പെൻസ് മൈൻഡ് സെറ്റ് എന്താണ്? പണം ഇങ്ങനെ വരുന്നു, ചെലവായി പോകുന്നു, പണം വരുന്നു, ചെലവഴി പോകുന്നു, പണം വരുന്നു, ചെലവഴി പോകുന്നു. എന്നാൽ ഇവരെപ്പോഴും ആദ്യം ചെലവഴിക്കുന്നത് എങ്ങോട്ടാണ്? ഇൻവെസ്റ്റ്മെന്റിലേക്ക്. പണം വരുന്നു, എന്നിട്ട് ചെലവഴിച്ചിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആര്? സാധാരണക്കാരൻ. പണം വരുന്നു, എന്നാൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ചെലവഴിക്കുന്നു. മനസ്സിലായോ? ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ എന്താണോ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെലവ് കഴിച്ചു പോകുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുകയുള്ളൂ? സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ. ചെലവ് കഴിക്കുന്നതിലേക്ക് പ്രാധാന്യം കൊടുക്കരുത്. പണം വരും, അല്ലെങ്കിൽ അത് റെഡിയാക്കാം, അത് ശരിയാകും എന്ന മൈൻഡ് സെറ്റ് അല്ല വേണ്ടത്. ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെലവഴിക്കുക, ചുരുക്കി ചെലവഴിക്കുക. അതല്ലാതെ വേറെ വഴിയില്ല. എന്നാലേ പണം ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഭാവിയിലെ നിങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നല്ല അറിവിലേക്കും നല്ല കോഴ്സിലേക്കും നല്ല സംഗതികളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ട നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ എന്താ വെച്ചാൽ ചെലവഴിച്ച് പോകുന്ന സംഗതിയിലേക്ക് പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് വേണം. ലോകത്തെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിക്ഷേപിക്കലാണ്, നമ്മുടെ അറിവിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ അറിവ് എത്ര ചേഞ്ച് ആവുന്നു, നിങ്ങൾ എത്ര ചേഞ്ച് ആവുന്നു എന്നുള്ളത്, നിങ്ങളുടെ അറിവ് എത്ര ചേഞ്ച് ആവുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്നു, നിങ്ങളുടെ അറിവ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച്. അപ്പൊ എക്സ്പെൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാവരുത്. നല്ലൊരു കോഴ്സ് സംഗതികളോ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്തല്ല, അതിന് ഇത്ര ചെലവുണ്ടോ, അതിന് ഇത്ര എക്സ്പെൻസ് ഉണ്ടോ എന്നല്ല ചിന്തിക്കുന്നത്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ കാണേണ്ടത്. സമ്പന്നരായിട്ടുള്ള ആൾക്കാർ അറിവിനെ കാണുന്നത് അങ്ങനെയാണ്. അറിവിന് അത്രയ്ക്കും വില ഉണ്ട്. അതുകൊണ്ടാണ് അവരെന്ന് വെച്ചാൽ അവർക്കൊക്കെ സമ്പത്തുണ്ടാക്കിയിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നല്ല കൺസൾട്ടന്റുമാരെ പോയി കാണും. നല്ല കൺസൾട്ടന്റുമാർ, ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് എന്താ വെച്ചാൽ നല്ല കൺസൾട്ടന്റുമാർ, നല്ല ഡോക്ടർമാരുണ്ടാകും. അവർ ചൂസ് ചെയ്ത് വെക്കുന്ന ഡോക്ടർമാരുണ്ടാവും. നല്ല ഡോക്ടേഴ്സിനെ അവർ കണ്ടു തെരഞ്ഞു പിടിക്കും. നല്ല ഡയറ്റീഷ്യനെ അവർ കണ്ടു തെരഞ്ഞു പിടിക്കും. നല്ല പേഴ്സണൽ ട്രെയിനേഴ്സിനെ അവർ കണ്ടു തെരഞ്ഞു പിടിക്കും. നല്ല കോച്ചുമാരെ കണ്ടുപിടിക്കും. നല്ല ട്രെയിനേഴ്സിനെ കണ്ടുപിടിക്കും. നല്ല കൺസൾട്ടന്റുമാരെ കണ്ടുപിടിക്കും. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള അഡ്വക്കേറ്റുമാര്, അതേപോലെ ടാക്സ് പ്രാക്ടീഷണേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അവർക്ക് എന്താ വെച്ചാൽ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ബാങ്കിങ് മേഖലയിൽ, നിയമപരമായിട്ടുള്ള മേഖലയിൽ, പൊളിറ്റിക്കൽ മേഖലയിൽ
പോലീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ അടക്കം ആൾക്കാരെന്ത് വെച്ചാൽ നല്ല ബന്ധങ്ങൾ എന്ത് ചെയ്യും, ബിൽഡ് ചെയ്തെടുക്കും. യു നീഡ് സപ്പോർട്ട് സിസ്റ്റം. സമ്പത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സപ്പോർട്ട്, അതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. എക്സ്പെൻസ് മൈൻഡ് സെറ്റ് മാത്രമല്ല, അതിനെ എക്സ്പെൻസ് ആയിട്ട് കാണരുത്, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സമ്പത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ വ്യക്തികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നല്ല കഴിവുള്ള വ്യക്തികളിൽ അത് ചെലവല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ചെലവല്ല, അത് കഴിവുള്ള വ്യക്തികൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. അപ്പൊ അതെന്തിനാണ്? ആ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ്. സാധാരണക്കാരായിട്ടുള്ള നമ്മളൊന്നും ചിന്തിക്കൂല. ഗിഫ്റ്റുകൾ കൊടുക്കുക, സംഗതികൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നാളെ ഇവര് വന്നിട്ട് സഹായം ചോദിക്കുമ്പോൾ നോ പറയാൻ പറ്റില്ല, ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കുക. അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതേപോലെ പണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികൾ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് സംഗതികളിലേക്ക് എന്ത് ചെയ്യുക, ചിന്തിക്കുക. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് എന്താ വെച്ചാൽ എക്സ്പെൻസ് മൈൻഡ് സെറ്റ് വേഴ്സസ് ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് ആണ്. സ്പെൻഡിങ് ഇവർക്ക് എന്താ വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ സ്പെൻഡിങ് ആണ്, ചെലവഴിക്കലാണുള്ളത്, സേവിങ്സ് ആണുള്ളത്. പക്ഷേ റിച്ച് ആയിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ആദ്യം സേവ് ചെയ്യും, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന്റെ നിക്ഷേപത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തിരിച്ചൊരു റിട്ടേൺ കിട്ടും എന്നുള്ളതാണ്. സാധാരണക്കാരൻ എന്ന് വെച്ചാൽ പൊതുവെ സ്പെൻഡ് ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ സേവ് ചെയ്യുന്നു, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ ആ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും അവർക്ക് ലഭിക്കുന്നു. പണം ഇങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇവരുടെ പണത്തിന്റെ ഒരു ഹാബിറ്റ് ഇങ്ങനെയാണ്: സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക, സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക. സാധാരണക്കാരൻ എന്താ വെച്ചാൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. സേവിങ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇനി ചില ആൾക്കാർ എന്താ വെച്ചാൽ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ സേവ് ചെയ്യും, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യില്ല. വേറെ എന്തെങ്കിലും ഒരു വരുമാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, സേവ് ചെയ്തിട്ട് വെക്കും, അത്രയേ ഉള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഗോൾഡോ കാര്യങ്ങളോ വാങ്ങിച്ചു വെക്കും. അപ്പം അങ്ങനെ എന്താ വെച്ചാൽ അത് സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, റിസ്ക് എടുക്കാനുള്ള, എന്തെങ്കിലും ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളിൽ ഏതിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഷെയറുകൾ വാങ്ങിയിടാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ ഉണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകതയാണെന്ന് വെച്ചാൽ പേ യുവർ ഡ്യൂസ് ഫസ്റ്റ് എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ. കടങ്ങൾ ആദ്യം വീട്ടുക എന്നുള്ള ചിന്താഗതിയാണ്. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവരവരുടെ കടങ്ങൾ വീട്ടുന്നതിനെക്കാട്ടിലും അവര് ഫോക്കസ് ചെയ്യുക എന്താ വെച്ചാൽ അവരുടെ കടങ്ങൾ എന്നുള്ളതല്ല കേട്ടോ, അവരുടെ ബില്ലുകൾ അടക്കാൻ. നമ്മൾ കടങ്ങളെ പറ്റിയില്ല പറയുന്നത്. പേ യുവർ ഡ്യൂസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ചിന്തിക്കുന്നത് അവരുടെ ഓരോ മാസത്തെ ബില്ലുകളും ആദ്യം അടക്കാനാണ് ആദ്യം തീരുമാനിക്കുക. എന്നാൽ ഇവരാദ്യം തീരുമാനിക്കുക ഇവരുടെ ഫ്യൂച്ചർ സെൽഫിന്. പേ യുവർ ഫ്യൂച്ചർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളുടെ ഭാവിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പൈസ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ബാക്കി എടുത്തിട്ടുണ്ടെങ്കിലാണ് അവരുടെ ബില്ലുകളും മറ്റുള്ള സംഗതികളും അവർ അടക്കുന്നുള്ളൂ. ആ ലെവലിൽ അവർ ചെലവുകൾ ചുരുക്കും, സമ്പത്തുണ്ടാക്കുന്ന ആൾക്കാർ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, കടങ്ങളിലേക്കും സംഗതികളിലേക്കും പൈസ അടക്കണം, കാര്യങ്ങൾ ചെയ്യണം. യെസ്, നമുക്ക് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് അടക്കണം, അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. പക്ഷെ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്, അതിലേറെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു ആര്? റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവരുടെ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ശരിക്കും മനസ്സിലാക്കുക, അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ഉണ്ട് നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടി നിങ്ങൾ പണം മാറ്റി വെക്കുക എന്നുള്ളത്. ഇത് സാധാരണക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ്. സാധാരണക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഹലോ, ഓക്കെ. ക്ലാസ്സുകൾ, പുതിയ അറിവുകൾ ലഭിക്കുന്നുണ്ടോ? ഇസ് ഇറ്റ് യൂസ്ഫുൾ? പുതിയ ഐഡിയാസ് കത്തുന്നുണ്ടോ? മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള സംഗതികൾ മനസ്സിലേക്ക് വരുന്നുണ്ടോ? യൂസ്ഫുൾ ആണോ? സാധാരണക്കാരും നമ്മൾ ആ ലെവലിൽ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് തോന്നുന്ന ഐഡിയാസ് വരുന്നുണ്ടോ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് അർത്ഥം. വെരി ഗുഡ്. കാരണം നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലുള്ള സംഗതികൾ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പേ യുവർ ഫ്യൂച്ചർ സെൽഫ്. നെക്സ്റ്റ് എന്താണ്? ദ റിച്ച് ഇൻവെസ്റ്റ് ദർ മണി ആൻഡ് സ്പെൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ്. അവർക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്? ആദ്യം ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ചെലവഴിക്കും. പൂർ ആയിട്ടുള്ള ആൾക്കാർ എന്താണ്? പൂർ സ്പെൻഡ് ദർ മണി ആൻഡ് ഇൻവെസ്റ്റ് വാട്ട് ഈസ് ലെഫ്റ്റ്. ആദ്യം അവർ പണം ചെലവഴിക്കും, എന്നിട്ട് വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും?
ഇൻവെസ്റ്റ് ചെയ്യും. രണ്ടാളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ചിലവഴിക്കും, റിച്ച് ആയിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാർ. എന്നാൽ എന്താണോ ചെലവഴിച്ചിട്ട് വല്ലതും ബാക്കിയുള്ളത് അത് വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് സാധാരണക്കാരെ നമ്മുടെ വ്യത്യാസം. സാധാരണക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് റിച്ച് ആവണോ, നമ്മൾ എന്ത് വെച്ചാൽ ആദ്യം പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത എന്താണ്? സേഫ്റ്റി മെന്റാലിറ്റി. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി മെന്റാലിറ്റിയാണ്. അവർക്കുള്ള മെന്റാലിറ്റി എന്താണ്? ഒരു സേഫ്റ്റി മെന്റാലിറ്റിയാണ് അവർക്കുള്ളത്. എപ്പോഴും സേഫ് ആകണം, റിസ്ക് എടുക്കാൻ തയ്യാറില്ല. റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? ഇവർ റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റി ഉണ്ട്. നമുക്ക് ആ മെന്റാലിറ്റി ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? റിസ്ക് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഇല്ല എന്നുള്ളത്. സേഫ്റ്റി മെന്റാലിറ്റി മാത്രമാവരുത്. സേഫ്റ്റി മാത്രം ചിന്തിക്കുക. സേഫ് ആകണം. കുറച്ചൊക്കെ റിസ്ക് എടുക്കാനുള്ള ധൈര്യം കാണിക്കണം. അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? റിസൾട്ട് നമുക്ക് നല്ലോണം വരുള്ളൂ. നമ്മൾ പേടിച്ചു നിൽക്കരുത്. എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഹംഗ്രി ആയിട്ട് നിൽക്കണം. നമുക്ക് ധൈര്യം കാണിക്കണം. നമ്മൾ കുറച്ച് ധൈര്യം കാണിച്ചേ പറ്റൂ. പേടിച്ചൊതുങ്ങി പോകരുത്. നമ്മൾ കൊളാബറേഷൻസിലേക്ക് ചിന്തിക്കണം. ഇവന്റെ കൂടെ ഞാൻ പാർട്ണർഷിപ്പിൽ എങ്ങനെ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, ഇവനായിട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റും. അതൊരു സേഫ്റ്റി മെന്റാലിറ്റി അല്ല, റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയാണ്. ചിലപ്പോ ഈ കൊളാബറേഷൻ പാളിപ്പോയേക്കാം. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ അവസരങ്ങളുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ റിസൾട്ട് ലഭിക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഹലോ, ഹെൽപ്ഫുൾ ആണോ? അതായത് നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ സേഫ്റ്റി, എപ്പോഴും സേഫ് ആയിരിക്കാൻ ചിന്തിക്കുന്നു. സേഫ് ആയിട്ടിരിക്കാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരില്ല. വളരണമെങ്കിൽ, വലിയ മാറ്റം ഉണ്ടാവണമെങ്കിൽ സേഫ്റ്റി മൈൻഡ് സെറ്റ് കട്ട് ചെയ്തേ പറ്റൂ. നിങ്ങൾ എന്തിനെയാണ് പേടിക്കുന്നത്? സ്വയം ചോദിക്കുക. നിങ്ങൾക്ക് പണം നഷ്ടപ്പെടും എന്നുള്ള പേടിയാണോ? വാട്ട് ആർ യു അഫ്രൈഡ് ഓഫ്? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ആ പേടിക്കുന്നത് ചില പേടി നമ്മൾ എന്തെങ്കിലും ചില മാറ്റിയെടുക്കണം. റിസ്ക് എടുത്തേ പറ്റൂ. റിസ്ക് എടുത്തിട്ട് ഇറങ്ങി തിരിച്ചേ പറ്റൂ. യു ഹാവ് ടു ഡു ഇറ്റ്. മനസ്സിലായോ? റിസ്ക് എടുക്കണം. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ട് എന്താ വെച്ചാൽ റിസ്ക് എടുത്തിട്ട് പതിയെ റിസ്ക് എടുത്തിട്ട് എന്താ വെച്ചാൽ ആ റിസ്കിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇയാളുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാം. ഇയാളുടെ കൂടെ എല്ലാ അവസരങ്ങളും വരുന്നതും എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അവസരങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട്. പക്ഷെ ചില ആൾക്കാരുണ്ട്, അവസരങ്ങൾ വരുന്നതേ അവർക്ക് കുറവാ. വരുന്ന അവസരങ്ങൾ, നല്ല അവസരങ്ങൾ എടുക്കൂല. എന്നാൽ അവർക്ക് കഷ്ടപ്പാടും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തീരുന്നുമില്ല. ചില ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ അവസരങ്ങളുടെ പിറകെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവസരങ്ങളുടെ പുറകെ ഒരുപാട് ഓടിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. എല്ലാത്തിലും അല്ലെ, 2 ബോട്ടിലും കാലിട്ട് കഴിഞ്ഞാൽ നടക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ ചില സമയത്ത് നമുക്ക് നല്ല അവസരങ്ങൾ വരും. ആ അവസരങ്ങൾ വരുന്നത് എന്ന് വെച്ചാൽ യൂണിവേഴ്സ് നമുക്കായിട്ട് തരുന്നത് ഐഡിയാസ് ആണ്, ആശയങ്ങളാണ്. അപ്പൊ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ട്രസ്റ്റ് ആൻഡ് ആക്ട് ഓൺ ഇറ്റ്. നല്ല അവസരങ്ങളെ തട്ടിക്കളയാതിരിക്കുക. അപ്പൊ ആ റിസ്ക് എടുക്കേണ്ടി വരും. കോഴ്സിലേക്ക് വരിക, ചില ആൾക്കാർക്ക് പൈസ എൻ്റെത് പോകുമോ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ? അതൊരു റിസ്ക് ആണ്. നിങ്ങൾ എടുക്കുക, വരിക, എന്നിട്ട് പഠിക്കുക. ഒരു പണം പോലും ചെലവഴിക്കാതെ ഇന്ന് നിങ്ങൾ ഒരു റിസ്ക് എടുത്തതാണ് ഈ ക്ലാസ്സിൽ ഇരിക്കാം എന്നുള്ളത്. am I right? ഉപകാരപ്പെട്ടോ? ഒറ്റ ചോദ്യമാണ്. ഉപകാരപ്പെട്ടോ? ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ക്ലാസ്സിലേക്ക് വന്നുകൊണ്ട് ഒരുപാട് പഠിക്കാൻ പറ്റിയോ? നിങ്ങൾ ഒരുപാട് മാറിയോ? ഒരുപാട് അറിവ് കിട്ടിയോ? ഇതാണ് ഈ റിസ്ക് അവസരം എടുത്തവര്. ചിലർ ചിന്തിക്കും, ഞാനിപ്പോ ഈ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സെഷനിലേക്ക് വന്ന് എന്റെ സമയം പോകും, ഞാൻ എന്റെ പണി നടക്കില്ല, എനിക്ക് വേറെ മൈൻഡിൽ ശ്രദ്ധ മാറും, ഇങ്ങനെയുള്ളതൊക്കെ ചിന്തിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ അവസരങ്ങളില്ല, ഈ അറിവുകൾ അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ എപ്പോഴും റിസ്ക് എടുക്കുന്ന ആ ട്രസ്റ്റ് ചെയ്യും. എനിക്ക് ട്രസ്റ്റ് ചെയ്യുക. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രസ്റ്റ് ചെയ്യലാണ്. ട്രസ്റ്റ് ദ പ്രോസസ്. റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിശ്വസിക്കലാണ്. നടക്കും, റെഡി ആയിക്കോളും.
അപ്പൊ റിസ്ക് കുറച്ചെടുക്കണം. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരും. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് പേര് അതാ ഉപകാരപ്പെട്ടു, ശരിക്കും ഉപകാരപ്പെട്ടു, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇനി എത്ര മാറാനിരിക്കുന്നു? അടുത്ത 1 വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ വേറെ ലെവലിലെത്തും. ഒരു സംശയം ഇടാൻ ഞാൻ എത്തിക്കും. അത് ഞാൻ എത്തിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് എത്തിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു തരുന്ന അറിവുകളിൽ, സംഗതികളിൽ, കാര്യങ്ങളിൽ, ഇവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് റിസ്ക് എടുക്കുക. നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് റിസ്ക് എടുക്കുക. റിസ്ക് എടുക്കാതെ നമ്മുടെ ജമാൽ ഭായി പറയുന്നു, താങ്ക് യു ബ്രോ. ഞാൻ പറയുന്നത് വെച്ചാൽ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക, പണി തുടങ്ങുക. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പറയും നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾ വരണം, അല്ലെങ്കിൽ നിങ്ങളോട് പറയും ഇന്ന സംഗതിക്ക് വേണ്ടിയിട്ട് പണം മുടക്കിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യൂ നിങ്ങളുടെ ബിസിനസ്സിൽ എന്ന് പറയുമ്പോൾ, മാർക്കറ്റിംഗ് ചെയ്യൂ, സെയിൽസ് ചെയ്യൂ, അല്ലെങ്കിൽ ഒരാളെ വെക്കൂ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അത് ചെയ്യുക, അത് ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. ചിലപ്പോൾ പൈസ നഷ്ടപ്പെടും, കാരണം ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിച്ച് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ ആ അവസരം ഒരിക്കലും ഉണ്ടാവില്ല, മാറ്റം ഒരിക്കലും ഉണ്ടാവില്ല, വളർച്ച ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ അതിലേക്ക് എന്താ വെച്ചാൽ ട്രൈ ചെയ്യുക. മിസ്റ്റേക്സ് സംഭവിക്കാം, കാരണം ആർക്കും ഇവിടെ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ബിസിനസ് അങ്ങനെയാണ്, സമ്പത്ത് അങ്ങനെയാണ്. അങ്ങനെയുള്ളവർക്കാണ്, ആ ട്രസ്റ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ നൽകുക. യൂണിവേഴ്സ് എന്താ വെച്ചാൽ യൂണിവേഴ്സിനെ വിശ്വസിക്കുകയാണ്. ഞാൻ ഈ ചെയ്യുന്ന കാര്യം എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി വരും, എന്റെ യൂണിവേഴ്സ്, ഈ പ്രപഞ്ച ശക്തി, പ്രപഞ്ചനാഥൻ എനിക്ക് വേണ്ടത് തരും എന്ന ആ യൂണിവേഴ്സിലുള്ള ഒരു വിശ്വാസമാണ്. എന്നിട്ട് നമ്മൾ ആ വിശ്വാസം കാണിക്കുമ്പോൾ ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാവും നമ്മുടെ വിശ്വാസത്തെ ചെക്ക് ചെയ്യാൻ. സാരമില്ല, എന്നാലും നമ്മൾ പിന്തിരിയാതെ വീണ്ടും ട്രൈ ചെയ്ത് ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എന്തെങ്കിലും നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാതെ പോയ മിസ്റ്റേക്സുകൾ ഉണ്ടാവും. പരമാവധി ശ്രദ്ധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്ക് റിസൾട്ടിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ നമ്മളിലേക്ക് വരും. വിശ്വസിക്കടോ, ഞാൻ ഈ ജേണി സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ 2 വർഷത്തോളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ നിർത്തിവെച്ചൊരു മനുഷ്യനാണ്. ഞാൻ ചെയ്തിട്ടുള്ള ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പൊ രണ്ടാമത് എന്താ വെച്ചാല് വലിയ പ്രതിസന്ധി സിറ്റുവേഷൻസ് ഒക്കെ വന്നു. ഞാൻ ഐ വെന്റ് ബാക്ക് ആൻഡ് ഐ ആം റീബിൽഡിങ്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഇത് ചെയ്യാൻ പറ്റുമോ. ഞാനിത് എങ്ങനെ ചെയ്യും? ഞാൻ ട്രസ്റ്റ് ചെയ്യാണ്. ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഞാൻ ട്രസ്റ്റ് ചെയ്യാണ്, എന്നെ കൊണ്ട് പറ്റും, റെഡിയാക്കി എടുക്കാൻ പറ്റും. കാരണം എനിക്ക് എന്റെ ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ കംപ്ലീറ്റ്ലി സ്ട്രാറ്റജിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റ് സിസ്റ്റം ബിൽഡിംഗിലേക്കും സ്ട്രാറ്റജിയിലേക്കും മാറിയിട്ടുണ്ടായിരുന്നു, ടീം ബിൽഡിംഗിലേക്കും മാറിയിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻസിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിങ് എന്ന് പറയുന്ന സംഗതിയിൽ നിന്നെല്ലാം വിട്ടുതന്ന് ഒരു ട്രെയിനറുടെ എല്ലാ ശീലങ്ങളും സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു മാനേജറുടെ എന്താ പറയുക, ഒരു സിഇഒ എന്നുള്ള ലെവലിലുള്ള പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള വർക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ആ ഹാബിറ്റ്സ് ടോട്ടലി ഡിഫറെന്റ് ആണ് ഒരു ട്രെയിനറുടെ ഹാബിറ്റ്സ്. അപ്പൊ ട്രെയിനറുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും റിസർച്ച് ചെയ്യണം, എല്ലാ ദിവസവും കാലത്ത് 5 മണിക്ക് എണീറ്റിട്ട് അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റിട്ട് റിസർച്ച് ചെയ്തിട്ട് ഇത് പഠിച്ച് റെഡിയാക്കിയിട്ട് പിന്നെ ഇത് സെഷനാക്കി കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തി അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് റൂട്ടീൻ. അപ്പൊ ഈ ഡിഫറെന്റ് റൂട്ടീന് കംപ്ലീറ്റ് ടച്ച് പോയിട്ടുണ്ടായിരുന്നു. And I started, I trusted, and was it easy? It's not easy. അല്ല. അത് തിരിച്ചു കൊണ്ടുവന്ന് ഇന്നലെ നമ്മുടെ കോഴ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾ പറയാനുള്ള ഹി ഈസ് ബാക്ക്. യെസ്, ഐ ആം ബാക്ക്. വി ക്യാൻ ഡു ഇറ്റ്. തുടക്കത്തിൽ ഞാൻ ചെയ്തപ്പോൾ എന്തൊരു പ്രയാസം ഉണ്ടായിരുന്നു അറിയാം, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ചില ദിവസങ്ങൾ മിസ്സായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. നൗ ഇറ്റ് ഈസ് ബിക്കമിങ് മൈ സെക്കൻഡ് സ്കിൻ. എന്റെ സെക്കൻഡ് സ്കിന്നായിട്ട് മാറുന്നുണ്ട്. ദിസ് ഈസ് ബിക്കമിങ് എ റുട്ടീൻ. പല്ല് തേക്കുന്ന പോലെ രാവിലെ എണീക്കുന്നു, ഈ സമയം ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, 5:05 ആയി കഴിഞ്ഞാൽ ഉണരും, 4:00-4:30 ആയി കഴിഞ്ഞാൽ ഉണരും. എന്നിട്ട് എന്താ വെച്ചാൽ എണീക്കുന്നു, പല്ല് തേക്കും, കാര്യങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം കാര്യങ്ങൾ കഴിച്ചിട്ടില്ല, ഐ എം ഹിയർ, റെഡി, ആൻഡ് ലെറ്റ്സ് ഡു ഇറ്റ്. യു വിൽ ബി ഓൺ ട്രാക്ക് ആൻഡ് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് ഇതേപോലെ നമുക്കൊക്കെ നിങ്ങൾ ഏത് പ്രോജക്റ്റ് ആണെങ്കിലും ഏത് സംഗതികളാണെങ്കിലും ചെയ്യാൻ പറ്റും. പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സെഷനിൽ എന്താ വെച്ചാൽ വെറും 20 പേര് സംഗതികളിൽ ഉണ്ടായിരുന്നതാണ്. അതിപ്പോ കൂടി 100 പേരിലേക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എത്തി. ഇന്നിപ്പോ ഇവിടെ നമ്മുടെ എന്താ വെച്ചാല് അല്ലെ. അപ്പൊ ഇതെന്താ വെച്ചാല് എവറിത്തിങ് നമ്മൾക്കെന്താ വെച്ചാല് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, നടക്കും, റെഡിയാവും. ആ ഒരു സേഫ്റ്റി മൈൻഡ് സെറ്റില് നിന്ന് മാറിയിട്ട് റിസ്ക് എടുക്കുന്നവർക്ക്, എഫേർട്ട് ഇടുന്നവർക്ക് റിസൾട്ട് ഉണ്ട്. വെൻ യു ആർ പുട്ടിങ് എഫേർട്ട്, നിങ്ങൾ ഓൾറെഡി റിസ്ക് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോ ചെയ്യുന്ന ചെറിയ ബിസിനസ് ഇല്ല, അത് റിസ്ക് ആണ്.
നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധാരണ ഒരു ജോലിക്ക് പോകുന്ന ആളെക്കാട്ടിലും റിസ്ക് നിങ്ങൾ ഓൾറെഡി എടുത്തത് കൊണ്ടാണ് ആ ബിസിനസ്. അപ്പൊ അതിന്റെ ആ റിസ്കിന്റെ വലിപ്പം കൂട്ടുക, അത് എക്സ്പാൻഡ് ചെയ്യുക, അത് സ്ട്രെച്ച് ചെയ്യുക, കുറച്ചുകൂടെ വലുതാക്കുക, കുറച്ചുകൂടെ വലുതാക്കുക, കുറച്ചുകൂടെ വലുതാക്കുക, കുറച്ചുകൂടെ വലുതാക്കുക. കാൽക്കുലേറ്റഡ് ആയിട്ട് പതിയെ പതിയെ വലുതാക്കിയാൽ മതി. ബട്ട് ടേക്ക് ദാറ്റ് റിസ്ക്. എക്സ്പാൻഡ് ഇറ്റ്, എക്സ്പാൻഡ് ഇറ്റ്, എക്സ്പാൻഡ് ഇറ്റ്, എക്സ്പാൻഡ് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? കൊളാബറേറ്റ്, ട്രസ്റ്റ്, വർക്ക് വിത്ത് അതർ പീപ്പിൾ. ഓക്കെ. അപ്പൊ അത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ പണം നമ്മളിലേക്ക് വരും. നെക്സ്റ്റ് എന്താണ്? അപ്പൊ റിസ്ക് എടുക്കുക. നെക്സ്റ്റ് എന്താ? കംഫർട്ട് മൈൻഡ് സെറ്റ് വിത്ത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് കംഫർട്ട് മൈൻഡ് സെറ്റ് അല്ല ഉള്ളത്, അവർക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണുള്ളത്. എന്താണ്? കംഫർട്ട് മൈൻഡ് സെറ്റ് അല്ല, അവർക്ക് എന്ത് മൈൻഡ് സെറ്റ് ആണുള്ളത്? ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണുള്ളത്. അവരൊരിക്കലും കംഫർട്ട് സോണിൽ ഇരിക്കില്ല, അവർ വെറുതെ ഇരിക്കില്ല. അവർക്ക് ഗ്രോ ചെയ്യണം, 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 വളരണം, 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 കുറച്ചുകൂടെ ബെറ്റർ ആണോ, ബെറ്റർ ആണോ എന്നുള്ള തിങ്കിങ് അവർക്ക് ഉണ്ടാവും. സ്ലോലി ആയാലും മതി, സാവധാനമായാലും മതി, പക്ഷെ ഗ്രോ ചെയ്യണം, ഗ്രോ ചെയ്യണം, ഗ്രോ ചെയ്യണം, ഗ്രോ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? കംഫർട്ട് മൈൻഡ് സെറ്റ് ഉണ്ടാവരുത്. കംഫർട്ട് മൈൻഡ് സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? അല്ലെ, സുഖത്തിന് പ്രാധാന്യം, ഭയങ്കര സുഖത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക. നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇത് ബെറ്റർ ആക്കണം, ഇത് ബെറ്റർ ആക്കണം, അടുത്ത ബെറ്റർ ആക്കണം, അടുത്ത ബെറ്റർ ആക്കണം. ഇതിപ്പോ ഞാൻ ചെയ്യുന്ന കാര്യം എങ്ങനെ ഇന്നലെ ഞാൻ ചെയ്തതിൽ നിന്ന് അതിലേറെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇന്ന് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും, അതിന് വേണ്ടി ഞാൻ എന്ത് അധ്വാനിക്കണം. അതിനിടയിൽ ചിലപ്പോൾ ഡൗൺ ആയേക്കാം, അതിനിടയിൽ ചിലപ്പം അപ്സെറ്റ് ആയേക്കാം, അതിനിടയിൽ മൂഡ് പോയേക്കാം. എന്നാലും ഐ ഷുഡ് ട്രൈ അഗെയിൻ, ഐ ഷുഡ് ട്രൈ അഗെയിൻ, ഐ ഷുഡ് പുട്ട് മൈസെൽഫ് ഔട്ട് ദേർ ഇൻ ദ കംഫർട്ട് സോണിന് അപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തേ പറ്റൂ, എന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചേ പറ്റൂ. അല്ലാതെ കംഫർട്ടിൽ സുഖിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഫൈനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് സുഖം എന്ന് വെറുതെ ഇരുന്നിട്ട് സുഖിക്കുക, സോഫയിൽ ഇരുന്നിട്ട് ബെഡിൽ കിടന്നുറങ്ങിയിട്ട്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ വെറുതെ ഒരു ജോലിക്കും പോകാതെ വെറും എന്റർടൈൻമെന്റുകളും സോഷ്യൽ മീഡിയയും യാത്രകളും എൻജോയ്മെന്റ്, ഇതൊരിക്കലും നിലനിൽക്കൂല. അതൊരിക്കലും നിലനിൽക്കുന്നു. സോ യു ഹാവ് ടു ഈക്വലി വർക്ക് ഹാർഡ്. അത് വർക്ക് ചെയ്തേ പറ്റൂ, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇതാണ് ലൈഫ്, ഇങ്ങനെയാണ് സംഗതികൾ, ഇതാണ് അതിന്റെ റിയാലിറ്റി. പണിയെടുക്കുക, പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, എൻജോയ് ചെയ്യുക, പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, എൻജോയ് ചെയ്യുക, പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, എൻജോയ് ചെയ്യുക. ഇതൊരു ബാലൻസ്ഡായിട്ട് അങ്ങനെ പോകട്ടെ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുന്നത് സംഗതികൾ ചിന്തിക്കണ്ട. ആ കംഫർട്ട് സോണിൽ ഇരിക്കരുത്. ബി ആക്റ്റീവ്, ഡു സംതിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. പ്രൊജക്റ്റുകളിൽ ആക്റ്റീവ് ആവുക, ബിസിനസ്സുകളുമായിട്ട് ആക്റ്റീവ് ആവുക. അത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിച്ചു തുടങ്ങണം. ക്ലിയർ ആണല്ലോ? ആ ലെവലിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ ചിന്തിച്ചു തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറണം. അപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. പണിയെടുക്കാനുള്ള ഒരു മനസ്സ്, ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, വളരാനുള്ള മനസ്സ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരാനുള്ള മനസ്സ്. ഇപ്പൊ ഉള്ളത് മതി, അതാണ് കംഫർട്ട് സോൺ. ഇത് മതി, ഇത്ര മതി, ഇങ്ങനെ മതി, മാറ്റങ്ങളൊന്നും വരുത്തണ്ട. അത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ല. മാറ്റങ്ങൾ വരുത്തണം, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. എല്ലാ ദിവസവും ഇമ്പ്രൂവ് ചെയ്യണം എന്നല്ല കേട്ടോ പറയുന്നത്. പതിയെ പതിയെ കസ്റ്റമേഴ്സ് മാറുന്നുണ്ട്, അവരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ മാറുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. ബിസിനസ്സിൽ നമുക്ക് എന്താ വെച്ചാൽ ഏത് രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് ആലോചിക്കണം. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിച്ച് എങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാം എന്നുള്ളത് ആലോചിക്കണം. ഒരു കംഫർട്ട് മൈൻഡ് സെറ്റ് ഉണ്ടാവരുത്. അഡാപ്റ്റ് ചെയ്യാനുള്ള, പുതിയ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള മനസ്സ്. അബ്ദുൽ ഗഫൂർ പറയുന്നു, ഞാൻ വൈകി എണീക്കുന്ന ആളായിരുന്നു, ഇപ്പോൾ സാറിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി 5 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ കംഫർട്ട് സോൺ അല്ലെ, നമ്മളിങ്ങനെ രാവിലെ എണീക്കുന്നു, അതിൽ നിന്ന് മാറിയിട്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നേരത്തെ എണീക്കുക, കാര്യങ്ങൾ ചെയ്യുക, പണിയെടുക്കുക, വർക്ക് ചെയ്യുക. നിങ്ങൾ കാലത്ത് 5 മണിക്ക് എണീറ്റ്, അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റ്, അല്ലെങ്കിൽ 5 മണിക്ക് എണീറ്റ്, ഏറ്റവും നല്ലത് 5 മണിക്ക് എണീറ്റുള്ളൂ.
5 മണിക്ക് നേരത്തെ ഉറങ്ങുക, എന്നിട്ട് എന്താ വെച്ചാൽ നേരത്തെ എണീറ്റിട്ട് നിങ്ങളുടെ ഒരു ദിവസം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് കടക്കൂ. 5 മണിക്ക് എണീറ്റിട്ട് കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സമ്പത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ എത്രയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, ദാറ്റ് ഈസ് ഗുഡ്. ഇപ്പൊ ചില ആൾക്കാരുണ്ടാവും, എനിക്ക് നല്ല വരുമാനം ഇപ്പൊ ഉണ്ട്, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, നല്ല വരുമാനം എനിക്ക് ഓൾറെഡി ഉണ്ട്, പിന്നെ ഇനിയിപ്പോ എന്തിനാ ഞാൻ കാലത്ത് 5 മണിക്ക് എണീക്കുന്നത്, ഞാൻ 6 മണിക്ക് 7 മണിക്ക് 8 മണിക്കൊക്കെ എണീക്കുന്നത്, എനിക്കത് മതി. അല്ല, നിങ്ങൾ 5 മണിക്ക് എണീറ്റിട്ട് നിങ്ങൾ പണി തുടങ്ങി നോക്കൂ, പ്രിപ്പയർ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാം. കാരണം ഇപ്പൊ ചെയ്യുന്നതിനെക്കാട്ടിലും 100 ഇരട്ടി ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇതിലേറെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഇതിലേറെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ടേക്ക് ദ റിസ്ക്. അതിന്റെ എക്സാമ്പിൾ അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങളുടെ എഫേർട്ട് ഡബിൾ ചെയ്യണം എന്നാ പറയും. നിങ്ങൾ പ്രയാസത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങൾക്ക് ഇപ്പൊ പ്രയാസമുണ്ടോ? നിങ്ങളുടെ എല്ലാ സുഖങ്ങളോടും നിങ്ങൾ നോ പറ. എന്നിട്ട് നിങ്ങൾ എഫേർട്ടിലേക്ക് ഇറങ്ങും, പെയിനിലേക്ക് ഇറങ്ങും, പണിയെടുക്ക്, വർക്ക് ചെയ്യും. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. ഡു സംതിങ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് അത് ആ ഒരു എന്താ പറയുക, നിങ്ങൾ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയുണ്ടല്ലോ, പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥ, ആ അവസ്ഥ മാറണം എന്നുണ്ടെങ്കിൽ ടേക്ക് എ ഡിസിഷൻ, തീരുമാനമെടുക്കുക. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് വിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നമ്മുടെ കോഴ്സിന്റെ ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ സെയിൽസ്, നമ്മുടെ ടീമിലേക്ക് എന്താ വെച്ചാൽ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരെ ആവശ്യമുണ്ട്. നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. ക്യാൻ യു വർക്ക്? ഐ ഹാവ് എ ജോബ് ഫോർ. വി ക്യാൻ ബി പാർട്ട്നേഴ്സ്. നമുക്ക് പാർട്ട്നേഴ്സ് ആണ്. വി ക്യാൻ വർക്ക് ടുഗെദർ. നമുക്ക് എന്താ വെച്ചാൽ വർക്ക് ചെയ്യാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവസരങ്ങളുണ്ട്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംഫർട്ട് സോണിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. പ്രതിസന്ധി ഉണ്ടോ, പ്രയാസമുണ്ടോ, പണിയെടുക്ക്, അത് മാറ്റിയെടുക്ക്. ദാറ്റ്സ് ഓൾ. ഇത് ഞാൻ പറയുമ്പോൾ കുറച്ച് പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ഡിപ്രഷനിലൂടെ ആയിരിക്കും കടന്നു വരും. ഐ എം സോ സോറി. നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേ പറ്റൂ. നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, എന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഞാൻ ചേഞ്ച് ചെയ്തിരിക്കും എന്ന തീരുമാനം എടുക്കണം. വേറെ ഒരാളും വന്നോളണം എന്നില്ല, വേറെ ഒരാളുടെ സഹായം കിട്ടിക്കോളാം എന്നുള്ള എനിക്ക് വേണ്ട, ഞാൻ ഫിക്സ് ചെയ്യും എന്നങ്ങ് തീരുമാനം എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ തീരുമാനം എടുത്തിട്ടെന്ന് വെച്ചാൽ ഡു സംതിങ് അബൌട്ട്. എന്താ വേണ്ട അത് ചെയ്യുക. പണിയെടുക്കണം, പണിയെടുത്തേ പറ്റൂ. പ്ലാൻ ചെയ്യണം, പ്ലാൻ ചെയ്തേ പറ്റൂ. വർക്ക് ചെയ്തേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് വിളിച്ചേ പറ്റൂ, മെസ്സേജ് അയച്ചേ പറ്റൂ, സംസാരിച്ചേ പറ്റൂ, മീറ്റ് ചെയ്തേ പറ്റൂ, യാത്ര ചെയ്തേ പറ്റൂ, കോഴ്സുകൾ പഠിച്ചേ പറ്റൂ, പ്രിപ്പയർ ചെയ്തേ പറ്റൂ, പ്ലാൻ ചെയ്തേ പറ്റൂ. വട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് ഡു ഇറ്റ്. അതിന് ചിലപ്പോൾ കൈകളിൽ ചെളിയാക്കണോ, അതിന് ചിലപ്പോൾ മുണ്ട് മറക്കി ഒരുക്കി ഇറങ്ങണോ, കൈകളിൽ കറകളാക്കണോ, ഈ പറഞ്ഞിരിക്കുന്ന ചെളി വലിയ എന്താ പറയുക കൃഷി ചെയ്യണോ. അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നാട്ടുകാരുടെ മുൻപിൽ ചിലപ്പോൾ വൃത്തിയില്ലാത്ത വസ്ത്രം എടുത്തിട്ട് ചിലപ്പോൾ ചുമട് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ പാക്കേജുകൾ നമ്മൾ ചുമട് തൊഴിലാളികളെ പോലെ നമ്മൾ അത് ചുമട് വെച്ചിട്ട് കൊണ്ടുപോകണോ, അധ്വാനിക്കണോ, കഷ്ടപ്പെടണോ, ഭാരം ചുമക്കണോ. വട്ട് എവർ ഇറ്റ് ഈസ്, പാക്ക് ചെയ്യണോ, ഫ്രൈ ചെയ്യണോ, പൊരിക്കണോ, കുക്ക് ചെയ്യണോ, വട്ട് എവർ ഇറ്റ് ഈസ്, ക്ലീൻ ചെയ്യണോ, അതിന് വേണ്ടിയിട്ട് ലൈക്ക് കിച്ചൺ പ്രിപ്പയർ ചെയ്യണോ, ക്ലീൻ ചെയ്യണോ, വട്ട് എവർ ഇറ്റ് ഈസ്, ബി ഗോ ആൻഡ് ഡു ഇറ്റ്. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഫിക്സ് യുവർ ഷിറ്റ്. പണിയെടുക്കുക, എല്ലും മുറിയ പണിയെടുക്കാനുള്ള മനസ്സുണ്ടാവണം. കംഫർട്ട് സോൺ ആണെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. എനിക്ക് അതിന് മടിയാണ്, നാട്ടുകാർ. യൂട്യൂബിൽ വീഡിയോ ചെയ്യണോ, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണോ, പോയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണം മിസ്റ്റർ. കാരണം നിങ്ങൾക്കൊക്കെ ഉള്ള അവസരം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്തുള്ള അവസരം എന്ന് പറയുന്നത് ഒരുപാട്. പിന്നെ എന്താ ചെയ്യാതെ? ആരെ പേടിച്ചിട്ട്? ഈ പേടി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. നിങ്ങളും നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങളുടെ സ്വപ്ന തുല്യമായ ഒരു അവസ്ഥയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് നിങ്ങൾ പോകാത്തതിന്റെ കാരണം നിങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു ബുൾഷിറ്റ് സ്റ്റോറി ഉണ്ട്, പച്ചക്കള്ളമുണ്ട്, ഒരു കഥയുണ്ട്, ഒരു പൊട്ടക്കഥയുണ്ട് നിങ്ങൾ നിങ്ങളോട് പറയുന്നത്.
നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവനെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഇവരാരൊന്നും അല്ല നിങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ തീ കായ്ക്കുന്നത്. ഇവരാരും അല്ല നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി എത്തിച്ചു തരുന്നത്. ഇവരാരും അല്ല. ഇവർക്ക് ഇതൊന്നും അല്ല പണി. ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാനുണ്ട്. ഈ ലോകം ഇത്രയും ഫാസ്റ്റ് ആണ്. ഇവർക്ക് ഇവരുടെ പ്രശ്നങ്ങളുണ്ട്. ഏറിപ്പോയ 2 ദിവസം ഉണ്ടാവും, 3 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരെ വഴിക്ക് പോകും. അവർക്ക് വേറെ പണിയുണ്ട്, ജോലിയുണ്ട്. അവർ ചിലപ്പം ഇത് വ്യത്യസ്തമായ ഒരു കാര്യം കാണുമ്പോൾ അവർ ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരും, ചോദിച്ചെന്ന് വരും. ഇറ്റ് ഡസന്റ് മാറ്റർ. അവർക്ക് ചെവി കൊടുക്കുക വേണ്ട. നിങ്ങളുടെ ഉദ്ദേശം എന്താണോ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ it doesn't matter what others think about you. It does matter what you think about and what you do about. നിങ്ങളുടെ ലൈഫ് മാറണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു, അതിനു വേണ്ടിയിട്ട് എന്ത് പണിയെടുക്കുന്നു, അതിനനുസരിച്ചാണ്. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് എൽസ്. വേറെ ഒരാളും വന്നിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യില്ല. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ചേഞ്ച് ആവണോ, പണം ഉണ്ടാക്കണോ, പണിയെടുക്കണം. മടി മാറ്റി വെക്കണം. വിളിക്കേണ്ടവരെ വിളിക്കണം, ട്രസ്റ്റ് ചെയ്യേണ്ടവരെ ട്രസ്റ്റ് ചെയ്യണം. റിസ്ക് എടുക്കേണ്ടി വരും, കോൾ ചെയ്യേണ്ടി വരും, അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കേണ്ടി വരും. ചേഞ്ച് യുവർ സിറ്റുവേഷൻ, ചേഞ്ച് ഇറ്റ്. മനസ്സിലാവുന്നില്ല? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് 28-ാം തീയതി വരുന്നത്. 20 സീറ്റ്സ് ഉള്ളതിൽ അപ്പൊ അതിലേക്ക് പിന്നെ കുറച്ച് സീറ്റ്സും കൂടി ഉള്ളൂ. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഏർലി ബേർഡ് ഓഫർ നിങ്ങൾക്ക് എന്താ വെച്ചാൽ 25th വരെ നീട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പേയ്മെന്റ് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം പ്രോഗ്രാമിലേക്ക് വരെ 25-ാം തീയതി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ പോലുള്ള ഒരുപാട് ഇതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സംഗതികൾക്ക് അപ്പുറത്തേക്ക് ഡെപ്തിൽ നമ്മൾ എന്താ വെച്ചാൽ ബിസിനസ് പ്രോഗ്രാം സെറ്റ് ചെയ്യും. ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഫുൾ ഡേ ലൈവ് സെഷൻ. അതിനു വേണ്ടിയിട്ട് റിസ്ക് എടുക്കുക. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. പേടിച്ച് നിൽക്കണ്ട. വെറും 4500 രൂപയേ ഉള്ളൂ. വരിക, ഫുൾ ഡേ ഇവന്റ്, ഫുഡും കാര്യങ്ങളും സംഗതികളും എല്ലാം അവിടെ അവൈലബിൾ ആണ്. അടിപൊളിയായിട്ടുള്ള ഹോട്ടലിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റിച്ച് മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഗ്രോയിങ് മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. സോ കം ആൻഡ് അറ്റൻഡ്. ഓക്കെ, മറക്കരുത്. അതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വിളിക്കുക, സീറ്റ് ബുക്ക് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ സിറ്റുവേഷൻസ്. അപ്പൊ ഇന്നത്തെ ഈ പറഞ്ഞിരിക്കുന്ന ട്രെയിനിങ്ങിൽ ഹാബിറ്റ് ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ, റിച്ച് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഹാബിറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അവരെങ്ങനെ ചിന്തിക്കുന്നത്, അവരെങ്ങനെ കാര്യങ്ങളെ കാണുന്നത്, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ദിവസം തുടർച്ചയാണ്. ഇനിയും നമുക്ക് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. ഒരുപാട് പഠിച്ചോ? നിങ്ങൾ അറിയാൻ പറ്റിയോ? മനസ്സിലാക്കാൻ പറ്റിയോ പുതിയ കാര്യങ്ങൾ? ഓക്കെ, ഇനി നമ്മൾ എന്താ വെച്ചാൽ നാളെ വീണ്ടും നമ്മൾ ഒത്തുകൂടുകയാണ് ഇതിന്റെ ബാക്കി ക്ലാസ്സുകളിലേക്ക്. സോ ബി റെഡി, ഗെറ്റ് റെഡി ആൻഡ് ചേഞ്ച് അവർ ലൈഫ്. മനസ്സിലാക്കാൻ പറ്റിയോ? എടാ, അപ്പൊ 28-ാം തീയതി വെച്ചാൽ ഹോട്ടൽ വുഡീസിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ബിസിനസ് എക്സലൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്തായാലും വരിക. ഡെപ്തിൽ ബിസിനസ് കോച്ചിങ് നടക്കും. ഞാൻ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ ഒരു 10-14 വർഷത്തിനിടയിൽ ഞാൻ പഠിച്ചിട്ടുള്ള റിസർച്ചിലൂടെയും എന്റെ ബിസിനസ് എക്സ്പീരിയൻസിലൂടെയും ഞാൻ പഠിച്ചിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്തിട്ടും ഓപ്പറേഷൻസിലെ മാനേജ്മെന്റ് സൈഡിൽ സിസ്റ്റംസ് ബിൽഡ് ചെയ്തിട്ടും ഒക്കെയുള്ള എക്സ്പീരിയൻസിൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനും, നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കാനും, നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും, നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ടീം മെമ്പേഴ്സ് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനും ഒക്കെ സഹായിക്കുന്ന, നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാൻ, ബിസിനസ് ബ്ലോക്കുകളുണ്ട്, ആ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള സെഷൻസും ഹീലിംഗും തെറാപ്പിയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈലി പവർ പാക്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് കുറച്ച് സാധനം കേട്ടിട്ട് നിങ്ങൾക്ക് കയറിയ സാധനമില്ലേ, അത് നമുക്ക് നേരിട്ട് അടിക്കാം. മനസ്സിലാവുന്നുണ്ടോ? കംഫർട്ട് സോൺ ബ്രേക്ക് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലിലേക്ക് പറക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പറപ്പിക്കണം, നമുക്ക് പറപ്പിച്ചേ പറ്റൂ. അങ്ങനെ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ചാടാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കും കുളത്തിലേക്ക്. നീന്താൻ പിടിച്ച് നമ്മൾ ഉന്തി ഇടേണ്ടി വരും, മനസ്സിലാവും, തള്ളി ഇടേണ്ടി വരും. അപ്പൊ നിങ്ങളെ ജസ്റ്റ് എന്താ വെച്ചാല് നിങ്ങൾക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ചില ആൾക്കാർക്ക്. അപ്പൊ ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ നമുക്ക് അവിടെ നിന്ന് മാറ്റണം. ഓക്കെ, അതേപോലെ നല്ല സ്ട്രാറ്റജീസ്, നല്ല ഐഡിയാസ് നിങ്ങൾക്ക് കുറവുണ്ട്. എങ്ങനെയാണ് ടീമിനെ ബിൽഡ് ചെയ്യുക, എങ്ങനെ ടീമിനെ ബിൽഡ് ചെയ്യുക, ആ വലിയ ബിസിനസ്സുകാരുടെ സീക്രട്സുകളുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതല്ല ലെവലിലേക്ക്. അപ്പം സെഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ചേഞ്ച് ആവും, ഒരു സംശയവും ഇല്ല. അപ്പം 8086880780 ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക. വിളിച്ചിട്ട് എന്താ വെച്ചാൽ സർ ഒരു 60 ആളുകളെ പങ്കെടുപ്പിച്ചിട്ട് 2000 രൂപയുടെ
ഒരു ക്ലാസ് വെച്ചുകൂടെ എക്കണോമിക്കൽ ഹോട്ടലിൽ? ആക്ച്വലി എന്താ വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതാണ് കംഫർട്ട് സോൺ. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഓക്കെ, 60 ആളുകളെ പങ്കെടുപ്പിച്ചിട്ട് 2000 രൂപയുടെ പ്രോഗ്രാം വെച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ മീറ്റപ്പ് വരുന്നുണ്ട്. നമ്മുടെ മീറ്റപ്പ് ഞാൻ പറഞ്ഞില്ല, 1200 രൂപയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ കംഫർട്ട് സോണിൽ നമ്മൾ ബ്രേക്ക്. ബിസിനസ് പ്രോഗ്രാം നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു അതിനനുസരിച്ചിട്ടുള്ള സമ്പത്തിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്. സമ്പത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളിപ്പോൾ സൂമിലൂടെ ക്ലാസ് കേൾക്കുന്നുണ്ട്, സമ്പത്തിന്റെ ക്ലാസ്സുകൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവുകൾ കിട്ടും, ഉപകാരപ്പെടും. പക്ഷെ നിങ്ങളെ ചില ഷിഫ്റ്റ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ആംബിയൻസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റും, പഠിച്ചേ പറ്റും. അപ്പൊ ആ ഒരു ആംബിയൻസിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ആ ആംബിയൻ, അത് അങ്ങനെയാണ്, അതിന്റെ സൈക്കോളജി അതാണ്. നമുക്കൊരിക്കലും ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ടോ ആ ക്ലാസ് പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ അപ്പ് ആവില്ല. കാരണം കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള അവസ്ഥകളാണ്. നമ്മുടെ ചുറ്റുപാട് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ കുറെ മെസ്സേജുകൾ പോകുന്നുണ്ട്. നമുക്ക് നല്ല മെസ്സേജുകൾ എന്താ വെച്ചാൽ നല്ല രീതിയിൽ ആ കറക്റ്റ് ആംബിയൻസിൽ നിന്ന് പഠിക്കുമ്പോൾ അവിടെ നിന്ന് ഈ സാധനം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് ഭയങ്കര ഷിഫ്റ്റ് സംഭവിക്കും. അത് നിങ്ങൾ അത് വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ലക്ഷറി അറ്റ്മോസ്ഫിയറിലേക്ക് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് ഫീൽ ചെയ്യുന്ന ക്ലാസ് റൂമിൽ നിന്ന് ആ ഒരു ആംബിയൻസ്, ആ പഠനവും ആ ഭക്ഷണം കഴിക്കലും ഒക്കെ അതിന്റെ ഭാഗമാണ്. നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. നിങ്ങളിൽ ആ എനർജി, ആ അവയർനെസ്, ആ ഒരു വൈബ് നിങ്ങളിൽ കയറ്റി തരുന്നത്, ആ ബിസിനസ് വൈബ്, ആ ഒരു ബിസിനസ് എനർജി, അത് നിങ്ങളിലേക്ക് എന്താ പറയുക, അതിലേക്ക് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതിന്റെ ഭാഗമാണ് അത്തരത്തിലുള്ള ഒരു ആംബിയൻസ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ആളെ കാണിക്കാനോ നമ്മൾ സുഖിക്കാനോ രസത്തിനോ അല്ല അത്. ദർ ഈസ് എ സയന്റിഫിക് റീസൺ ഫോർ ദാറ്റ്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ഷിഫ്റ്റ് ആകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സോ ആ അറ്റ്മോസ്ഫിയറിൽ വന്നാലാണ് നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം ഒക്കെ അത് നിങ്ങളിലേക്ക് എന്താ വെച്ചാൽ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഉള്ളിലേക്ക് നല്ല പവർഫുൾ ആയിട്ട് ചെല്ലുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾ അത് ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് നടക്കും, നിങ്ങളുടെ ഉള്ളിൽ ഷിഫ്റ്റ് നടക്കും. കുറച്ചുകൂടെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ബ്ലോക്കുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. ആ ബ്ലോക്കുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. നിങ്ങൾക്ക് വെച്ചാൽ പെട്ടെന്ന് ആ സ്വപ്നങ്ങൾ കാണും. അതിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, എനർജി ഉണ്ട്, സംഗതികളുണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വെച്ചാൽ നല്ല രീതിയിലേക്ക് ആ റിച്ച് ആംബിയൻസിൽ ജീവിക്കണം. ഒരു ദിവസം നമ്മൾ അങ്ങനെ ജീവിക്കണം. അല്ലാതെ എന്നും നമ്മളിപ്പോ ഇത് നമ്മുടെ പ്രോബ്ലം എന്താണെന്നറിയോ? നമ്മൾ എന്ത് ഡെയിലി കാണുന്നു അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ താമസിക്കുന്ന വീട് അത് ശരിക്കും പ്രശ്നമാണ്. നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ താമസിക്കേണ്ടത് എങ്ങനെയാണ്? നല്ല ഹൈ ലക്ഷറി ആംബിയൻസിലാണ് താമസിക്കേണ്ടത്. ഒറ്റയടിക്ക് ഷിഫ്റ്റ് സംഭവിക്കും, പക്ഷെ അതിനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. ഇപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതും നഷ്ടപ്പെടും. അപ്പൊ അത് വേണ്ട. പക്ഷേ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കുമ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള ആംബിയൻസിലേക്ക് വരണം. അത് ആ പഠനത്തിന്റെ ഭാഗമാണ്, പരിശീലനത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പഠിക്കുമ്പോഴാണ്, അങ്ങനത്തെ ഒരു ആംബിയൻസിൽ അത് അനുഭവിക്കുമ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും അങ്ങനെ പഠിക്കുമ്പോഴാണ് അതൊരു എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് ആയി മാറും. അനുഭവ ട്രെയിനിങ് ആയി മാറും. അനുഭവിച്ച് പഠിക്കുന്ന ട്രെയിനിങ് എന്തായിരിക്കും? സമ്പത്ത് അനുഭവിച്ച് പഠിക്കണം. സമ്പത്ത് അനുഭവിച്ച് ലേൺ ചെയ്യണം. അപ്പോൾ എന്താവും? അത് ഉള്ളിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സെറ്റ് ആവും. നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ഭയങ്കരമായിട്ട് നടക്കും. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് അതിന്റെ റീസൺ അതാണ്. അല്ലാതെ വെറുതെ നമ്മൾ കൊണ്ടുപോയിട്ട് വലിയ ഹോട്ടലിൽ വെക്കുന്നതല്ല. സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള സംഗതി. അപ്പൊ നമ്മൾ ഈ സൂം ക്ലാസ്സിൽ ഈ സംഗതികൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. വേറെ വഴിയില്ല. കാരണം നിങ്ങൾക്ക് ഈ സംഗതികൾ എത്തിച്ചേരാൻ ഓൺലൈനിലൂടെ നമ്മൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഈ ടെക്നിക്സുകൾ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാനും കുറച്ചുകൂടെ പവർഫുൾ ആക്കാനും നമ്മൾ അപ്പൊ പ്രോഗ്രാമിലേക്ക് വരിക, രജിസ്റ്റർ ചെയ്യുക, വരിക, പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എനിവേ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനിലും നമ്മുടെ ലൈഫൊക്കെ ചേഞ്ച് ആവട്ടെ, നമ്മുടെ നല്ല റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ കേട്ടോ. പിന്നെ മീറ്റപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫീസും കൂടെ ഈടാക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ ബേസിക് കുറച്ചുകൂടെ നമ്മൾ എന്താ വെച്ചാൽ നല്ല രീതിയിലേക്ക് ബാലൻസ് ചെയ്തിട്ട് പോകുന്ന രൂപത്തിലേക്കാണ് ചെയ്യുന്നത്. മീറ്റപ്പിൽ നിങ്ങൾ പങ്കെടുക്കണം. അടുത്ത മാസം മീറ്റപ്പിൽ വരുന്നുണ്ട്, ഡേറ്റ് വരുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഹീലിംഗ് മീറ്റപ്പ്, EFT ഹീലിംഗ് മീറ്റപ്പ് പറഞ്ഞതുപോലെ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഷെയറാണോ? ചാർജ് കിട്ടിയോ? Hope it was helpful. Thank you. Very good. അപ്പൊ മൈൻഡ് സെറ്റ് ഒക്കെ മാറട്ടെ കേട്ടോ. പൊട്ടി പുറത്തേക്ക് വരട്ടെ. ഫുൾ ചാർജിലാണ്. എന്താ വെച്ചാല് ബിസിനസ് മൈൻഡ് ഇങ്ങോട്ട് വരട്ടെ. ബിസിനസ് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള മൈൻഡ് ആ മൈൻഡിലേക്ക് വരട്ടെ. വരും. നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിച്ചോ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആക്കും. നമ്മൾ പണം മാത്രം ചിന്തിക്കുന്ന, സമ്പത്ത് മാത്രം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സമ്പത്തും കുടുംബവും ഒക്കെ വേണം, അപ്പൊ അതൊക്കെ ചിന്തിക്കുന്ന, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഒരു മൈൻഡാക്കി നമുക്ക് മാറ്റിയെടുക്കും.
അങ്ങനെ നമ്മൾ മാറ്റിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കളയും കേട്ടോ. സോ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ ഉള്ളിൽ. അതാണ് നമ്മുടെ ഉദ്ദേശം. താങ്ക് യു സോ മച്ച്. ആ ഉള്ളിൽ സമ്പത്തിന്റെ അവയർനെസ് ഈ 7 ദിവസത്തെ ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് കയറും. അതോടെ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിക്കും. 7 ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് സമ്പത്തിന്റെ മൈൻഡ് കയറുന്നതോടുകൂടി പിന്നെ നിങ്ങൾ വേറെ ആളാണ്, നോ ഡൗട്ട്. യെസ്, ചിന്തകൾ മാറി മറിയാൻ നല്ലോണം ഹെൽപ്പ് ആയിക്കണം. ഷഫീദ കളത്തിൽ, താങ്ക് യു, വെരി ഗുഡ്. ഫുൾ ചാർജർ ഫോർ ടുഡേസ് ആക്ടിവിറ്റീസ്, താങ്ക് യു. VS Kumar, thank you so much, wonderful session. Neetu Sachin, thank you. So let's shift it. Thank you. Have a great day. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയട്ടോ, ഇനിയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൂടുതൽ ആൾക്കാർ വരട്ടെ. 200 ആൾക്കാർ നമുക്ക് മിനിമം വേണം. ഓക്കെ, താങ്ക് യു.